EMSുമായി വളരെ അടുത്ത് ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടുള്ളവരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. വ്യക്തിപരമായി തന്നെ വളരെ അടുത്ത് ഇടപഴകാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ്. അതിൽ ചില ഓർമ്മകളുണ്ട്. ഒന്നിച്ചിരുന്ന് സംസാരിച്ചതിൻ്റെ, ഒന്നിച്ച് പങ്കെടുത്ത എത്രയോ വേദികളുടെ എല്ലാം ഓർമ്മകളുണ്ട്. വിയോജിപ്പിൻ്റെ ഓർമ്മകളുണ്ട്. വിശേഷിച്ചും വളരെ ചരിത്രപ്രധാനമായ ശരീഅത്ത് ചർച്ചാകാലത്ത് EMSൻ്റെ നിലപാടുകളോട് ശക്തമായി തന്നെ വിയോജിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ അതിന് മുമ്പും അതിന് ശേഷവുമൊക്കെ എത്രയോ തവണ കാണുകയും അതേ പരസ്പര ബന്ധത്തോടെ പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേരള ഹൗസിൽ നിന്ന് ഒന്നിച്ച് കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഞാൻ രാജ്യസഭാംഗമായിരുന്ന കാലത്ത് അപ്പോഴും പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഒരേ വേദിയിൽ സംസാരിച്ചിട്ടുണ്ട്. EMS ഉദ്ഘാടനം ചെയ്ത ഒരു സമ്മേളനത്തിൽ ഞാൻ അധ്യക്ഷം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൂന്താനം സാഹിത്യ മഹോത്സവമായിരുന്നു. പൂന്താനം സാഹിത്യോത്സവം അക്കാലത്ത് വെറും സാഹിത്യോത്സവം മാത്രമായിരുന്നില്ല. വളരെ വിപുലമായിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ, സാംസ്കാരികമായിട്ടുള്ള അഭിമുഖത്തിൻ്റെ അവസരമായിരുന്നു. സ്വാഭാവികമായും പൂന്താനത്തിൻ്റെ നാമധേയം അതിനനുയോജ്യമാണ് എന്ന് ഞാനിവിടെ പറയേണ്ടതില്ല. അന്ന് ഞാൻ അധ്യക്ഷം വഹിച്ചുകൊണ്ട് EMS ചെയ്ത പൂന്താനം പ്രഭാഷണം അദ്ദേഹം തന്നെ പിന്നീട് ദേശാഭിമാനിയിൽ എഴുതി. അന്ന് എൻ്റെ അധ്യക്ഷ പ്രസംഗവും ഉദ്ധരിച്ചുകൊണ്ടാണ് EMS ആ ലേഖനം എഴുതിയത് എന്ന് ഞാൻ ഓർക്കുന്നു. മറ്റൊരിക്കൽ എനിക്ക് മറക്കാനാകാത്തൊരോർമ്മ, ദേശാഭിമാനിയിൽ തൻ്റെ സ്ഥിരം കോളത്തിൽ EMS എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട് എന്ന് എന്നോടൊരിക്കൽ ഒരു സുഹൃത്ത് പറഞ്ഞു. എന്താണെന്നറിയാതെ കൗതുകത്തോടുകൂടി ദേശാഭിമാനിയുടെ ആ ആഴ്ചയിലെ ലക്കം താല്പര്യത്തോടെ വായിച്ചു. ചെറവല്ലൂരിൽ അന്യോന്യം നടക്കുന്ന സമയമാണ്. അന്യോന്യം നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് അതിലേക്ക് സംഘാടകർ എന്നെ ആദ്യം ക്ഷണിച്ചു. ഒരു സൗഹൃദത്തിൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട്, അന്യോന്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൗഹൃദ വേദിയിലേക്ക് ക്ഷണിച്ചു. പിന്നീട് ആരോ ഇടപെട്ട് ഇന്നത്തെ പോലെ ഇല്ല നാട്ടിലെ സാമൂഹിക സാഹചര്യം, എങ്കിലും പ്രത്യേകമായ ചില അഭിപ്രായമുള്ള ആളുകൾ, അങ്ങനെയുള്ള സമുദായത്തിൽപ്പെട്ടവരൊന്നും ഇവിടെ വരേണ്ടതില്ല എന്നൊരു നിലപാടെടുത്തു. അതറിഞ്ഞ പാടെ ഞാൻ സംഘാടകരെ അറിയിച്ചു, ഞാൻ വരുന്നില്ല, അതിൻ്റെ പേരിൽ തർക്കമോ വിവാദമോ വേണ്ട എന്ന്. ആ സംഭവം അങ്ങനെ അവസാനിച്ചിരുന്നു. EMS ദേശാഭിമാനിയിൽ എഴുതിയത് സമദാനി പോയാൽ എന്താണ്, സമദാനി പോകണം എന്ന് ചോദിച്ചുകൊണ്ടാണ്. അത് ഞാൻ ഒരിക്കലും മറക്കാത്ത എൻ്റെ ഒരു ഓർമ്മയാണ്. EMSുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെയേറെ സ്പർശിച്ചിട്ടുള്ള ഒരു ഓർമ്മയാണ്. അത് ഏകദേശം EMSൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലമല്ലെങ്കിലും അവസാന കാലത്തോടടുത്ത ഘട്ടത്തിലായിരുന്നു. ഞാനിവിടെ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിവന്യയായ ബൃന്ദ കാരാട്ട് വളരെ സൂക്ഷ്മതലസ്പർശിയായിട്ടുള്ള ചില വിഷയങ്ങൾ പരാമർശിക്കുകയുണ്ടായി. വളരെ ചിന്താപരമായിട്ടാണ് ആ വിഷയത്തെ
സ്വാഭാവികമായും അവരിവിടെ സമീപിക്കുകയുണ്ടായത്. അതിലെ ചില കാര്യങ്ങളോടുള്ള എളിയ ചില പ്രതികരണങ്ങളോ അനുബന്ധമോ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അരമണിക്കൂർ എടുക്കാമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മോഹൻദാസ് എന്നോട് പറഞ്ഞത്. പക്ഷെ അത്ര എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുപോലൊരു സെമിനാറിൽ സമയം വളരെ വളരെ വിലപ്പെട്ടതായതുകൊണ്ട് അതിനകം തന്നെ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സെമിനാറിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തോട് വന്ന ക്ഷണം പാർട്ടിയുടെ നേതൃത്വവും ആലോചിച്ച് നിർദ്ദേശിച്ച് തീരുമാനിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഇതുപോലുള്ള സംവാദങ്ങളുടെ പ്രസക്തി ഇന്നത്തെ ലോക സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. കഴിയുന്നത്ര ഡയലോഗുകൾ ഉണ്ടായിരിക്കണം. ഡയലോഗ് ഡെമോക്രസിയുടെ ജീവവായുവാണ്. അതുകൂടാതെ കഴിയില്ല. എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ലോകം ശ്രദ്ധിച്ച ഖത്തറിലെ വേൾഡ് കപ്പിൻ്റെ മഹാമേളയാണ്. ആ മഹാമേളയുടെ ഉദ്ഘാടനത്തിൽ വളരെ ചുരുക്കി പറയട്ടെ, ക്ഷണിക്കപ്പെട്ടത് ഓസ്കാർ അവാർഡ് നേടിയ ചലച്ചിത്ര താരം മോർഗാൻ ഫ്രീമാൻ ആയിരുന്നു. അദ്ദേഹത്തെ ലോകം മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ തുടങ്ങാൻ പോവാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലിട്ട് കയ്യുറ വരെ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്ത അത്രമാത്രം സൂക്ഷ്മമായിട്ട് ലോകം കണ്ടതാണല്ലോ വേൾഡ് കപ്പ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെയാണ് കയ്യുറയിട്ടത് എന്ന് വരെ, ഒരു കയ്യിലേ ഇട്ടുള്ളൂ മറ്റേ കയ്യിലൊന്നും ഇട്ടില്ല എന്ന് വരെ ലോകം ചർച്ച ചെയ്ത അത്ര പ്രധാനപ്പെട്ട സംഭവമാണ്. അത് നടന്നുകൊണ്ട് അതിനിടയിൽ ഒരു കുട്ടി വേദിയിലേക്ക് കയറി വരുന്നു. ആ കുട്ടി ഒരു ഭിന്നശേഷിക്കാരനാണ്. അരയ്ക്ക് താഴെ ശരീരം തന്നെ ഇല്ലാത്ത ഗാനിമൽ മുഫ്ത എന്ന കുട്ടി, ഈ കുട്ടിയോട് മോർഗാൻ ഫ്രീമാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരുപാട് സംഘടനകളും സംഘർഷങ്ങളും നിറഞ്ഞൊരു ലോകമാണ്. പല വിധത്തിലുള്ള വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളുമാണ്. പരസ്പര സംഘർഷം വർദ്ധിച്ചു വരികയാണ്. അതുപോലുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ലോകം മുന്നോട്ട് പോകും, എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണൊരു വഴി എന്ന് ഓസ്കാർ നേടിയ ചലച്ചിത്ര താരം, എൻ്റെ കൂടെ ഒന്നുകൂടി ചേർത്ത് പറയണം, മോർഗാൻ കറുത്തവരിൽപ്പെട്ട വ്യക്തിയാണ്. നടന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കറുത്തവരുടെ പ്രതിനിധിയാണ്. ലോകത്തിന്നും കറുപ്പ് വിരുദ്ധത വർദ്ധിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. കറുപ്പ് വിരുദ്ധത. ഈ കറുപ്പ് വിരുദ്ധത വർദ്ധിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തന്നെ ക്ഷണിച്ചതിൽ ഒരു സന്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മറുപടിയായിട്ട് ഈ കുട്ടി ഖുർആനിലെ ഒരു സൂക്തം എടുത്തുദ്ധരിക്കുകയും അതിലൊരു വാക്കെടുത്ത്, ഒറ്റ വാക്ക് എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുകയും ചെയ്തു. മനുഷ്യരെ, നിങ്ങളൊരേ മാതാപിതാക്കളുടെ സന്തതികളാണ്. നിങ്ങൾക്കിടയിൽ വ്യത്യാസങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾ, കുലങ്ങൾ, ഗോത്രങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത് പരസ്പരം അറിയാനാണ്. ഖുർആൻ ഉപയോഗിച്ച വാക്ക് ലി തആറഫു എന്നാണ്. ലി തആറഫു, അറബിയിൽ തആറഫു എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. മ്യൂച്വൽ നോയിങ്, പരസ്പരം അറിയുക, അഭിമുഖം ആയിരിക്കുക. എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, പരസ്പരം അറിയാൻ തുടങ്ങുന്നതോടെ, മനസ്സിലാക്കാൻ തുടങ്ങുന്നതോടെ വ്യത്യാസങ്ങളെയും അതിൻ്റെ സൗന്ദര്യത്തെയും കാണാനും ഉൾക്കൊള്ളാനും സ്വാംശീകരിക്കാനുമുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിത്തീരുമെന്ന്. ഇത് വളരെ വിപുലമായി വളർത്തിയെടുക്കേണ്ട ഒരു സംസ്കാരമാണ്.
അത് രാഷ്ട്രീയത്തിൽ ആവശ്യമാണ്, ലോകത്താവശ്യമാണ്, നമ്മുടെ രാജ്യത്തും ഇന്നത് ഏറ്റവും ആവശ്യമാണ്. ശ്രീനാരായണ ഗുരു ഒരുപക്ഷെ വളരെ കൗതുകകരമായിരിക്കും, 1924 സർവമത സമ്മേളനം ആലുവായിലെ മണപ്പുറത്ത് വിളിച്ചു ചേർത്തപ്പോൾ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീനാരായണൻ പറഞ്ഞ ഒരു വാക്ക് ഇത് തന്നെയാണ്: വാദിക്കാനും തർക്കിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം വിളിച്ചു ചേർത്തത് എന്ന് ശ്രീനാരായണൻ പറയുകയുണ്ടായി. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ബഹുസ്വരതയും അതിൻ്റെ ഉപോൽപ്പന്നമോ അതിൻ്റെ ഉപാധിയോ ഉപകരണമോ ആയിട്ടുള്ള സഹിഷ്ണുതയും വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ വിശാലമായിട്ടുള്ള ചർച്ചകളും ആശയ കൈമാറ്റങ്ങളും നടക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ചിത്രം, ആ ചിത്രത്തിൽ ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ള ഇടം നിർണയിക്കാനും സാധിക്കണം. മതമാനവികതയെയും മതവർഗീയതയെയും രണ്ടും രണ്ടായിട്ട് കാണാനുള്ള മനസ്സുണ്ടാവണം. മതമാനവികത എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വളച്ചൊടിക്കപ്പെടാത്ത മതത്തിൻ്റെ പ്രമാണങ്ങളിലും തത്വങ്ങളിലും അടങ്ങിയിട്ടുള്ള മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തിൻ്റെ തലങ്ങൾ ലോകത്ത് തന്നെ വളരെയേറെ വികസിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മതത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് വളരെ തീവ്രമായിട്ടുള്ള വെറുപ്പും വൈരവും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ, മറുഭാഗത്ത് മതത്തിൻ്റെ ധാർമ്മികവും നൈതികവുമായിട്ടുള്ള തലം, ആ തലത്തെ ഉള്ളടക്കമാക്കിക്കൊണ്ടുള്ള മാനവികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാത്രമല്ല, പ്രവർത്തനങ്ങൾ മാത്രമല്ല, സംഘാതങ്ങളും ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെയുള്ള സംഘാതങ്ങളെയും സംഘാടനങ്ങളെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളെയും വെവ്വേറെ കാണാൻ നമുക്ക് സാധിക്കണം. മതേതരത്വം എന്നാൽ മതവിരുദ്ധം എന്ന കാൽപ്പനികതയുടെ അകത്ത് നിന്ന് പുറത്തു കടക്കാൻ എല്ലാവർക്കും സാധിക്കണം. മതേതരത്വം എന്നത് മതവിരുദ്ധമാകേണ്ടതില്ല. എന്താണ് മതേതരത്വം എന്നുള്ളതും എന്താണ് വർഗീയത എന്നുള്ളതും വ്യക്തമായി നിർവചിച്ചുകൊണ്ടായിരിക്കണം നാം ഈ പറയുന്ന സംവാദങ്ങളെ സമീപിക്കേണ്ടത്. മാനവചരിത്രത്തിൻ്റെ വിശകലന രീതികളെ നിരന്തരം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ആ വിശകലന രീതികൾ ഓരോ കാലഘട്ടത്തിലേക്കും ഉണ്ടായിട്ടുള്ളതാണ്. ഉദാഹരണമായിട്ട് മാർക്സിൻ്റെ വിശകലന രീതി, അഭിമന്യയായിട്ടുള്ള ഉദ്ഘാടക തൻ്റെ പ്രസംഗത്തിലും വളരെ കാര്യഗൗരവത്തോടെ അത് പരാമർശിക്കുകയുണ്ടായി. ചരിത്രത്തെയും മനുഷ്യാവസ്ഥകളെയും നിരീക്ഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒന്നാണ് മാർക്സിസം. അതോടൊപ്പം തന്നെ അതിൻ്റെക്കും അപ്പുറത്തേക്ക് പോകാൻ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് കൊണ്ട് മാർക്സ് തന്നെ വിശകലനം ചെയ്ത രീതിയിലുള്ള പോരായ്മകളെ, അപാകതകളെ തിരിച്ചറിയാനും എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് മാർക്സ് ഒരു കവിയാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും മനുഷ്യനെ വളരെ ആവേശഭരിതമാക്കുന്ന കാവ്യപ്രസ്താവനകളെ പോലെയുള്ളതാണ്. ഒരു കവിയുടെ കിനാക്കളും ഒരു കവിയുടെ ഭാവനയും എല്ലാ കാലത്തേക്കും ചരിത്രത്തെ വ്യാഖ്യാനിക്കാനുള്ള ഉപാധികളായിരിക്കരുത്. അതാ മനുഷ്യസ്നേഹത്താൽ പ്രചോദിതനായി ഒരു കാലഘട്ടത്തിൽ ഏതൊരു കവിയും അല്ലെങ്കിൽ ഒരു ചിന്തകനും നടത്തിയിട്ടുള്ള ഫിലോസഫി പോലും പോയട്രിയുടെ പാത്രത്തിലാണ് മാർക്സ് വിളമ്പിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകൾക്കും ഒരാകർഷണീയത കൈവന്നിട്ടുള്ളത്. അതൊരു കാലഘട്ടത്തെ 18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയും യൂറോപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചത്. അതേ കാഴ്ചപ്പാടിലൂടെ പിന്നീടുള്ള കാലഘട്ടങ്ങളെ, 20-ാം നൂറ്റാണ്ടിനെ, 21-ാം നൂറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ അവസ്ഥകളെ, അന്ന് മതത്തെക്കുറിച്ച് പറഞ്ഞതിനെ, ഇന്ന് മതത്തിൻ്റെ അവസ്ഥകളെ,
അതേപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട മറ്റ് പലതിനെയും അതേ രീതിയിൽ സമീപിക്കുന്നത് ഒരിക്കലും ശരിയായ സമീപനം ആയിരിക്കുകയില്ല. മാർക്സ് ഇന്ത്യാ ചരിത്രത്തെ വിശകലനം ചെയ്തപ്പോൾ വർഗത്തെയാണ് കണ്ടത്, ജാതിയെ കാണാതെ പോയി എന്നാണ് തോന്നിയിട്ടുള്ളത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ളതായിട്ടുള്ള സമീപനങ്ങൾ, ജാതിയാകട്ടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്നും ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിനെ വളരെയേറെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള, ആ കൺസെപ്റ്റ് തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വർഗമെന്ന് പറയുന്നത് പോലും ഏകാത്മകമല്ല എന്ന സാർത്രിൻ്റെ അഭിപ്രായത്തെ, വർഗം ഏകാത്മകമല്ല എന്ന സാർത്രിൻ്റെ അഭിപ്രായത്തിന് വളരെ ഊന്നൽ ലഭിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വർഗത്തിനും വൈവിധ്യമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് എന്നർത്ഥം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള കറുപ്പ് വിരുദ്ധത വളരെ വലിയൊരു പ്രശ്നമാണ്. വർദ്ധിച്ചു വരുന്ന വംശീയത യൂറോപ്പിലും ഒക്കെ തന്നെ ഇന്ന് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിൽ, ഫാഷിസം കൊണ്ടുവരുന്നതിൽ, ഇന്ത്യയിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള വളരെ സങ്കുചിതമായിട്ടുള്ള സമീപനങ്ങളാണ്. അതുകൊണ്ട് പല പാശ്ചാത്യ തത്വചിന്തകന്മാരുടെയും ആശയങ്ങളിലേക്ക്, തത്വങ്ങളിലേക്ക് കടന്നു ചെന്നാൽ കറുപ്പ് വിരുദ്ധത നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് വലിയ ഫിലോസഫേഴ്സ്, വലിയ തത്വചിന്തകർ, വലിയ മനുഷ്യത്വത്തെ പറ്റി പറഞ്ഞിട്ടുള്ളവരാണ്, മനുഷ്യോന്മുഖമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പുതിയ ഗവേഷണ പ്രകാരം ഈ വലിയ വെസ്റ്റേൺ ഫിലോസഫേഴ്സിൻ്റെ പലരുടെയും രചനകളിൽ കറുപ്പ് വിരുദ്ധതയുടെ കണികകൾ പ്രകടമാണ്. ഉദാഹരണമായിട്ട് ഞാൻ ഇമ്മാനുവൽ കാന്റിനെ ഉദ്ധരിക്കുന്നു. ഇമ്മാനുവൽ കാന്റ് ജർമ്മനിയുടെ വലിയ ഫിലോസഫറാണ്. വെസ്റ്റേൺ ഫിലോസഫിയുടെ വളരെ നാഴികക്കല്ലായിട്ട് വാഴ്ത്തപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിലൊക്കെ തന്നെ കറുത്തവരോടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അസഹിഷ്ണുത, വെളുത്തവർ മാത്രമാണ് ലോകത്തെ നയിക്കേണ്ടത്, വെളുത്തവരുടെ കയ്യിലാണ് ലോകമുണ്ടായിരിക്കേണ്ടത്, കറുത്തവർ ജന്മനാ തന്നെ അയോഗ്യരാണ് എന്ന് പറയുന്ന ഒരു വളരെ മാരകമായിട്ടുള്ള, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, റാഷണാലിറ്റിയുടെ വലിയ വക്താവായിട്ട് ഘോഷിക്കപ്പെടുന്ന കാണ്ടിന് പോലും അതിൽ നിന്ന് മുക്തനാകാൻ കഴിഞ്ഞില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ അന്ന് വെസ്റ്റേൺ ഫിലോസഫിയുടെ ചിലരിട്ട വിത്തുകൾ ഇന്ന് മുളച്ച് യൂറോപ്പ് പോലുള്ള ഭൂഖണ്ഡങ്ങളിൽ, അമേരിക്ക പോലുള്ള ഭൂഖണ്ഡങ്ങളിൽ വലിയ തോതിലുള്ള വംശവെറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേര് നമ്മൾ കാണാതെ പോകരുത്. അതിനൊക്കെ കണ്ടെത്താനും അന്വേഷിക്കാനുമുള്ള ആഴത്തിലുള്ള ഫിലോസോഫിക്കൽ ക്വസ്റ്റ്, ദാർശനികമായിട്ടുള്ള ത്വര, അന്വേഷണം, അതിനെ നിലനിർത്താൻ സാധിക്കണം. അതിന് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. ഇതൊക്കെ ഒരുപക്ഷെ മാർക്സ് കാണാതെ പോയതോ അല്ലെങ്കിൽ മാർക്സ് പോലും കണ്ടയിടത്ത് നിന്ന് പൂരിപ്പിക്കേണ്ടതോ ആണ്, അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതോ ആണ്. ഒരു തത്വചിന്തകനും എല്ലാ കാലത്തേക്കുമുള്ളതല്ല. ഏതൊരു തത്വചിന്തകനും തൻ്റെ കാലഘട്ടത്തിൻ്റെയും തൻ്റെ സാഹചര്യത്തിൻ്റെയും സന്തതി മാത്രമാണ്. മതത്തെക്കുറിച്ച് മാർക്സ് പറഞ്ഞത് തന്നെ ഏറ്റുപറയേണ്ട കാര്യമില്ല. ലോകത്ത് നൈതികത നിലനിർത്തുന്നതിൽ മതധാർമ്മിക പരിസരങ്ങൾ വഹിക്കുന്ന പങ്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കാണേണ്ടതുണ്ട്. കേരളത്തിലാണെങ്കിലും ലോകത്ത് മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നൈതികത നിലനിർത്തുന്നതിൽ മതധാർമ്മിക പരിസരങ്ങൾ വഹിക്കുന്ന പോസിറ്റീവായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള പങ്ക് കാണണം. ആ ധാർമ്മിക പരിസരങ്ങളെ നിഷേധിക്കാനോ ശിഥിലീകരിക്കാനോ ഇറങ്ങിപ്പുറപ്പെടുന്നത് പൊതുവായ മനുഷ്യത്വത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഒരിക്കലും പ്രയോജനം ചെയ്യുകയില്ല. പ്രിയപ്പെട്ടവരെ, വളരെ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി, ചരിത്രകാരനുമായിട്ടുള്ള എറിക് ഹോബ്സ്ബോം, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. The traditional left was geared to one kind of society that is no longer in existence or going out of business. പരമ്പരാഗത ഇടതുപക്ഷം എന്ന് പറയുന്ന സംഗതി ഇന്ന് ഏറെക്കുറെ
നാമാവശേഷമാണ്. അല്ലെങ്കിൽ അത് ഏറെക്കുറെ ഒരു പ്രത്യേക സമൂഹമാണ്, നിലവിലില്ലാത്ത സമൂഹമാണ്. ഇറ്റ് ബിലീവ്ഡ് വെരി ലാർജ്ലി ഇൻ ദി മാസ് ലേബർ. മാസ് ലേബറിലാണ്, ഞാനത് പരിഭാഷപ്പെടുത്തേണ്ട കാര്യമില്ല, പ്രബുദ്ധമായ ഈ സദസ്സിൻ്റെ മുമ്പിൽ അത് വിശ്വസിക്കുന്നത്. ഇൻ ദി മാസ് ലേബർ മൂവ്മെന്റ്സ് ആസ് ദി കാരിയർ ഓഫ് ദി ഫ്യൂച്ചർ. ഭാവിയെ മാസ് ലേബറിലൂടെയാണ് ആ പരമ്പരാഗത വീക്ഷണത്തിലൂടെ കണ്ടത്. വി ഹാവ് ബീൻ ഡീഇൻഡസ്ട്രിയലൈസ്ഡ്. നാം അപവ്യാവസായീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെൻ്റെ അഭിപ്രായമല്ല, ഇതൊരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയായിട്ടുള്ള പ്രശസ്ത ചരിത്രകാരൻ്റെ അഭിപ്രായമാണ്. നാം അപവ്യാവസായീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് നോ ലോങ്ങർ പോസിബിൾ. ഇവിടെ കർഷക സമരം വളരെ ഊന്നി പറയേണ്ട ഒരു കാര്യമാണ്. അഭിവന്യയായ ഉദ്ഘാടക ബൃന്ദ കാരാട്ട് കൃഷിയുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ഇന്ത്യയുടെ ഇന്നത്തെ ഒരവസ്ഥാവിശേഷം, ന്യൂനപക്ഷ സമൂഹങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവർ പരാമർശിക്കുകയുണ്ടായി. വളരെ ഗൗരവത്തോടു കൂടി തന്നെ അവർ പരാമർശിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം കർഷക സമരമാണ്. വലിയൊരു നിർഭാഗ്യമാണ്. പാർലമെന്റ് അംഗങ്ങൾ ഞങ്ങളെല്ലാവരും കക്ഷിഭേദമന്യേ എല്ലാവരും, അല്ലെങ്കിലും പാർലമെന്റിലെ മിക്കവാറും എല്ലാ കക്ഷികളും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ, മതേതര പാർട്ടികൾ എല്ലാവരും ഒന്നിച്ചാണ്. വ്യത്യാസങ്ങളൊക്കെ പാർലമെന്റിൽ എത്തുമ്പോൾ ഇല്ല എന്ന് തന്നെ പറയാവുന്ന മാതിരി ഒരേ ഒരു സമരനിരയാണ്, ഒരേ ഒരു ചെറുത്തുനിൽപ്പാണ്. ആ ചെറുത്തുനിൽപ്പാണ് ദേശവ്യാപകമായി വളർത്തിയെടുക്കേണ്ടത്. അതിനാണ് വ്യത്യാസങ്ങളില്ലാത്ത പൊതുവായിട്ടുള്ള വേദിയെ, നാം ഒരു പൊതുവായ മതേതര വേദിയെ നാം പണിതുയർത്തേണ്ടത്. ആ മതേതര വേദിയിൽ എല്ലാവർക്കും പങ്കുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് ആ മതേതര വേദിയുടെ കാര്യത്തിൽ, അതിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ നിലനിൽപ്പിലും നിർവഹിക്കുവാനുണ്ട്. ഓരോരുത്തരും സ്വന്തം ഇടം കാണണം, മറ്റുള്ളവരുടെ ഇടവും കാണണം. അത് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഇടവും കാണാതെ പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കോൺഗ്രസ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര കക്ഷിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ കർണാടകയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ മന്ത്രിസഭ അധികാരമേറ്റ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായി ഞാനും പങ്കെടുത്തിരുന്നു. അവിടെ മിക്കവാറും ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും പ്രതിനിധികളും ആ വേദിയിലുണ്ടായിരുന്നു. കർണാടക ഗവൺമെൻറ്, പുതുതായി അധികാരമേറ്റ ഗവൺമെൻറ് കാണിച്ച ആ മനസ്ഥിതിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എല്ലാ മതേതര പാർട്ടികളും അവിടെ ഉണ്ടായി. അവിടെ നേതാക്കന്മാർ ഒന്നിച്ച് കൈകോർത്ത് പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കൈകോർത്ത് പിടിച്ചു. എൻ്റെ കൈ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയുടെ കയ്യിലായിരുന്നു. അങ്ങനെ അവിടെ വന്നു ചേർന്നപ്പോൾ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റേ കൈ CPMൻ്റെ നേതാവായ സീതാറാം യെച്ചൂരിയുടെ കൈയായിരുന്നു. ഒരു വിശാലമായിട്ടുള്ള, അത് കർണാടകയിലെ ആ ഒരു അടയാളം, കർണാടക പഠിപ്പിക്കുന്ന ഒരു പാഠം, അത് നൽകുന്ന ഒരു നിർദ്ദേശം. അവിടെയാകട്ടെ വളരെ കൃത്യമായി മതേതരത്വം വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചതും ജയിച്ചതും എന്ന കാര്യവും ഈ അവസരത്തിൽ നമുക്ക് കാണാതെ പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു മാതൃകയായിട്ട് സൂചിപ്പിച്ചതാണ്. അതുപോലെയുള്ളതായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മഹാപ്രവാഹത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, ഇടതുപക്ഷ പാർട്ടികളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയമായിട്ടുള്ള അർത്ഥത്തിൽ മാത്രമല്ല, സാംസ്കാരികമായിട്ടുള്ള അർത്ഥത്തിലും അത് കൂടുതൽ വിപുലപ്പെടുത്താനും ഇന്ത്യൻ ബഹുസ്വരതയ്ക്കെതിരായിട്ടുള്ള ഭീഷണികളെ ചെറുക്കാനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടി പങ്കുവഹിച്ചുകൊണ്ട് ഇതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. ഓരോ പാർട്ടിക്കും അതിൽ നിർവഹിക്കാനുള്ള പങ്ക് എത്രത്തോളമെന്നും മനസ്സിലാക്കാൻ സാധിക്കണം. അത് പറയുമ്പോൾ ഞാൻ 2000 ആണ്ടിൻ്റെ ആദ്യ ദശകത്തിൻ്റെ രണ്ടാം പകുതിയിലേക്ക് ഈ ബഹുമാനപ്പെട്ട സദസ്സിൻ്റെ ഈ സെമിനാറിലെ പ്രബുദ്ധരായിട്ടുള്ള എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കാതെ തന്നെ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ വലിയ രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധരാണ്, അവർക്കത് ഓർമ്മയിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാം UPA സർക്കാരാണ്. ആ ഒന്നാം UPA സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ
വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിക്കുകയുണ്ടായത്. 1951 മുതൽ 1977 വരെ പാർലമെന്റിൽ വളരെ ശക്തമായ സ്വാധീനമാണ് ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ടായിരുന്നത്. 951 എന്ന് പറയുമ്പോൾ അത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. രണ്ടാമതായിട്ട് അതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് പിന്നീട് 977 അതിന് മാറ്റം വന്നു. 977 മാറ്റം വരാനുണ്ടായ കാരണം നമുക്കൊക്കെ അറിയാവുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് ഇതര പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു ചേർന്നു. അങ്ങനെ ഒന്നിച്ചു ചേർന്നപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് പ്രതിപക്ഷത്ത് വന്നു. അതുവരെ 77 വരെ ഇന്ത്യയുടെ ലോക്സഭയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായിട്ട് പോലും AKG ഇരുന്നത് പോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ പറയാതെ നമുക്കെല്ലാവർക്കും ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിനുശേഷം പിന്നീട് ഈ UPA-യുടെ ഗവൺമെൻറ് അതിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ചു. ആ അധികാരത്തിൽ എത്തിക്കുന്നതിൽ മാത്രമല്ല പങ്കുവഹിച്ചത്, വളരെ പ്രധാനപ്പെട്ട ഭരണ നടപടികൾ, പരിഷ്കാരങ്ങൾ, അത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ വളരെ നിർണായകമായിരുന്നു അന്നത്തെ UPA ഗവൺമെൻറ്റിന്. 3 കാര്യം ഞാൻ ഓർക്കുന്നു. ഒന്ന് തൊഴിലുറപ്പ്, ഒന്ന് ഇൻഫർമേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ, മറ്റൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലയിൽ തന്നെ നിലനിർത്തൽ. ഈ 3 നടപടികളും UPA സർക്കാർ എടുക്കുന്നത് നിർണായകമായിരുന്നു. അതിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയും വളരെ പ്രധാനമായിരുന്നു. അങ്ങനെയുള്ളതായ ഒരു വിശാല വീക്ഷണം അത് കോൺഗ്രസിൻ്റെ കൂടി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റാണെന്ന് പറയേണ്ടതില്ലല്ലോ. അത് കോൺഗ്രസിൻ്റെ ഇടമാണ്. ഇടതുപക്ഷങ്ങൾക്ക് ഇടതുപക്ഷങ്ങളുടെ ഇടം, കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ ഇടം. കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന നിലയിൽ ആ കോൺഗ്രസിൻ്റെ പങ്കും ഇടവും അറിഞ്ഞും അംഗീകരിച്ചും ഇങ്ങനെ ഈ മഹത്തായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള വീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം. അവസാനമായിട്ട് ഇന്ത്യയുടെ ബഹുസ്വരത. ഈ ബഹുസ്വരത നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ ന്യൂനപക്ഷ സ്വത്വമുണ്ട്. ഈ ന്യൂനപക്ഷ സ്വത്വം എന്ന് പറയുന്നത് ഇവിടെ അഭിവന്യയായ ഉദ്ഘാടക ബൃന്ദ കാരാട്ട് ന്യൂനപക്ഷങ്ങൾ, ചെറുപ്പക്കാർ, അവരെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. അവരുടെ പ്രശ്നങ്ങൾ പരാമർശിക്കുകയുണ്ടായി. അവർ പലപ്പോഴും അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ്, എനിക്കറിയാം. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കുന്നവരാണവർ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ആ ന്യൂനപക്ഷ സ്വത്വത്തിൻ്റെ, അത് മതസാംസ്കാരിക സ്വത്വം കൂടിയാണ്. ന്യൂനപക്ഷങ്ങളുടെ മതസാംസ്കാരിക സ്വത്വം എന്ന് പറയുന്നത് പൊതുവായ ദേശീയമായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് വേറെയല്ല, അത് രാജ്യത്തിൻ്റെ പൊതുവായിട്ട് സ്വത്വത്തിൻ്റെ, ദേശീയ സ്വത്വത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അതും കൂടി കണക്കിലെടുക്കാൻ സാധിക്കണം. കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് അഭിലാഷങ്ങൾക്കും അപ്പുറത്തുള്ള മാനുഷികമായ അഭിവൃദ്ധികളുടെ വികസനോന്മുഖതയെ തിരിച്ചറിയാൻ കാണണമെന്നാണ് ഞാൻ സൂചിപ്പിച്ച കാര്യം. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ചുറ്റുപാടിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സ്വത്വം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ സമുദായം ഒരിക്കലും ഇന്ത്യയിൽ വർഗീയമല്ല. അവർ ഭൂരിപക്ഷവും എല്ലാവരും മതവിശ്വാസികളുമാണ്, ഒരിക്കലുമല്ല. ഇപ്പോഴും ഫാഷിസ്റ്റ് വർഗീയ രാഷ്ട്രീയം ഇന്ത്യയിൽ പലപ്പോഴും അധികാരത്തിൽ വരുന്നത് വോട്ടിൻ്റെ ബലം കൊണ്ടല്ല, മതേതര ശക്തികളുടെ ഭിന്നത കൊണ്ടാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കണം. ആ മതേതര ശക്തികളെ ഒന്നിച്ച് ഒരു ദേശീയമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനുള്ളതായ വിവേകമാണ് ഇതുപോലൊരു ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. ചൂഷണത്തിന് എതിരായിട്ടുള്ള പ്രതികരണങ്ങൾ, ചൂഷണത്തിനെതിരായിട്ടുള്ള പ്രതിരോധം, അതുപോലെ തന്നെ അധികാരം, ഊർജ്ജസ്വലമായ വിശ്വാസങ്ങളും ചൂഷണത്തിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഊർജ്ജസ്വലമായിട്ടുള്ള വിശ്വാസങ്ങൾ, നൈതികമായിട്ടുള്ള വിശ്വാസങ്ങൾ, മതത്തിൻ്റെ അകത്ത് തന്നെയുള്ള മാനവികതയുടെ വിശ്വാസങ്ങൾ. എപ്പോഴും നാം ഗാന്ധിയെ ഉദ്ധരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടക ഗാന്ധിജിയെ തീർച്ചയായിട്ടും ഉദ്ധരിച്ചു. ഗാന്ധിജിയെക്കുറിച്ച് പറയാതെ നമുക്ക് ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഗാന്ധിയാകട്ടെ അടിയുറച്ച മതവിശ്വാസിയായി. ഞാൻ 2 ഉദാഹരണങ്ങൾ ഓർക്കുന്നു ഈ ബഹുമാനപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ. മതവിശ്വാസത്തിൻ്റെതായിട്ടുള്ള മാനവികത, മതത്തിനകത്ത് തന്നെയുള്ള മാനവികതയെക്കുറിച്ച് ഒന്ന് ഗാന്ധിയാണെങ്കിൽ, മറ്റൊന്ന് കേരളത്തിൽ നമ്മളൊക്കെ കണ്ണുകൊണ്ട് കണ്ട
അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? രണ്ട് വ്യക്തിത്വങ്ങളെ തന്നെ എടുത്താൽ എത്രമാത്രം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാ വിഭാഗങ്ങളോടും, എല്ലാ ജനതകളോടും, എല്ലാ സാമൂഹിക ഘടകങ്ങളോടും, മതസമുദായങ്ങളോട് മാത്രമല്ല പുലർത്തിയ മനുഷ്യത്വത്തിൻ്റെ ഒരു ബന്ധം. അതിൻ്റെ പിന്നിൽ അവരുടെ മതവിശ്വാസത്തിൻ്റെതായ, ധാർമ്മികതയുടേതായ, നൈതികതയുടേതായ ഒരു തലമുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ഈ സ്വത്വം, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ന്യൂനപക്ഷങ്ങളുടെ സ്വത്വം അത് വലിയ ഭീഷണി നേരിടുന്ന ഒരവസ്ഥാവിശേഷമാണ്. ആ ഭീഷണികളിലേക്കും നമ്മളുടെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിനുള്ള പരിഹാരം ഇന്ത്യൻ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തലാണ്. ഇന്ത്യൻ ബഹുസ്വരത ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ ഉപകരണത്തെ നിർമ്മിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നവരൊക്കെ, മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന അർത്ഥത്തിൽ ബഹുസ്വരതയുടെ വേദിയെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോൾ അഭിവന്ദയായ ഉദ്ഘാടകയോട്, ബൃന്ദ കാരാട്ടിനോട് പറയുകയായിരുന്നു, ഇന്ത്യയിലെ ഉറുദു ഭാഷ ഒരു ഉദാഹരണം പറയാണ്. ഇന്ന് ഉറുദു ഭാഷയെ മിക്കവാറും ഇല്ലായ്മ ചെയ്യുന്ന, ഉറുദു ന്യൂനപക്ഷ സമൂഹത്തിന് ബന്ധപ്പെട്ടതാണെങ്കിലും ഉറുദു ഇന്ത്യയുടെ ദേശീയ ഭാഷയാണ്. ഉറുദു ഇന്ത്യയുടെ ദേശീയ സംസ്കാരത്തിൻ്റെ ഭാഷയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും വളരെ വലിയ ഇന്ധനം നൽകിയിട്ടുള്ള ഭാഷയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും അതൊക്കെ വേണ്ടത്ര തിരിച്ചറിഞ്ഞോ എന്നുള്ളതും പുനഃപരിശോധനയ്ക്ക് വിധേയമാകേണ്ട കാര്യമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിളിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം അത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യമാണ്. ഇൻക്ലാബ് സിന്ദാബാദ് അതുപോലുള്ള ഇടതുപക്ഷ സുഹൃത്തുക്കൾ പരസ്പരം കാണിക്കുന്ന അഭിവാദ്യം, അതിലൊക്കെ തന്നെ ഉറുദു ഭാഷയുടെ സ്വാധീനം വളരെ പ്രകടമാണ്. അവരുടെ പ്രസംഗത്തിനിടയിൽ തന്നെ ഇവിടെ ചില ഉറുദു പദപ്രയോഗങ്ങൾ അവർ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിട്ട് പോലും കടന്നു വരികയുണ്ടായി. കാരണം അവർക്കൊക്കെ അതിൻ്റെതായ ഒരു പശ്ചാത്തലം ഉണ്ട്. അടുത്ത കാലത്ത് കോഴിക്കോട്ട് ഞാൻ അവരോട് പറയുകയായിരുന്നു, ഇപ്റ്റ, ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റേഴ്സ് അസോസിയേഷൻ, വളരെ പൗരാണികം, വളരെ പഴക്കമുള്ള ഒരു സാംസ്കാരിക സംഘടനയാണ്. അതിൻ്റെ ഒരു വലിയ പരിപാടി CPI സംഘടിപ്പിക്കുകയുണ്ടായി. കൈഫി ആസ്മിയുടെ ജന്മദിനം. കൈഫി ആസ്മി വലിയ കവിയായിരുന്നു, ഇന്ത്യൻ ചലച്ചിത്ര ഗാനരചയിതാവായിരുന്നു. ഇന്ന് മിക്കവാറും ആളുകൾ കേട്ടാസ്വദിക്കുന്ന റഫി സാഹിബിൻ്റെ, കിഷോർ കുമാറിൻ്റെ, ലതാ മങ്കേഷ്കറിൻ്റെ, മന്നാഡേയുടെ, മുകേഷിൻ്റെ, തലത്ത് അസീസിൻ്റെ ഒക്കെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള പല ഗാനങ്ങളും യഥാർത്ഥത്തിൽ കൈഫി എഴുതിയിട്ടുള്ളതാണ്. ഷബാന ആസ്മിയുടെ പിതാവ്. ഈ കൈഫി ആസ്മിയുടെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ അന്ന് അവർ ക്ഷണിച്ചിട്ട് ഞാനും പോയിരുന്നു ആ വേദിയിൽ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ആ രീതിയിലുള്ള ആ ഒരു കൂട്ടായ്മ, ആ ഉറുദു ഭാഷ, അതിനെ എന്തുകൊണ്ടാണ് ഇത്രയേറെ അത് രാജ്യത്തിൻ്റെ പൊതു ചിത്രത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്നത്? അത് ന്യൂനപക്ഷങ്ങളുടെ സംഭാവനയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് രാജ്യത്തിൻ്റെ പൊതുധാരയാണ്. ഒരു ഭാഷയും ഒരു സമുദായത്തിൻ്റെ വകയല്ല, ഒരു ഭാഷയും ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെതുമല്ല. ഭാഷ ഏതും മാനവരാശിയുടെ പൊതുസമ്പത്താണ്. അങ്ങനെയുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് ഇന്ത്യയിൽ നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് വിശാലത കൊണ്ടായിരിക്കണം അതിന് മറുപടി നൽകേണ്ടത്. സങ്കുചിതത്തിനുള്ള മറുപടി ഒരിക്കലും സങ്കുചിതത്വമല്ല. ഔദാര്യത്തിനുള്ള മറുപടി, ഔദാര്യമില്ലായ്മക്കുള്ള മറുപടി ഔദാര്യം മാത്രമാണ്, ഉദാരത മാത്രമാണ്. ആ ഉദാരതയെ കൂടുതൽ സാക്ഷാത്കരിക്കാനും അതിനെ പുണരുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനും സാധിക്കേണ്ടതുണ്ട്. അടുത്ത കാലത്ത് ഞാൻ പാർലമെന്റിലും സംസാരിച്ചിരുന്നു. സ്ഥലപ്പേര് മാറ്റുകയാണ്. ഇന്ത്യയിൽ ചില സ്ഥലങ്ങളുടെ പേരുകൾ പൊടുന്നനെ മാറ്റുകയാണ്. ഇത്രയും കാലം അറിയപ്പെട്ടിരുന്ന സംസ്കാരത്തിൻ്റെ ഈറ്റില്ലങ്ങളും പോറ്റില്ലങ്ങളുമായിട്ട് അറിയപ്പെട്ടിരുന്ന പ്രദേശങ്ങളുടെ പേര്, ചരിത്രത്തോടുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ നടക്കുന്നത്. ചരിത്രത്തോടുള്ള യുദ്ധമാണ്. ആ ചരിത്രത്തോടുള്ള യുദ്ധം ആ കഴിഞ്ഞ കാലഘട്ടത്തിലെ ശ്രേഷ്ഠ പ്രമാണങ്ങളോടുള്ള യുദ്ധമാണ്. യഥാർത്ഥത്തിൽ കൃഷിയെപ്പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ ഇന്നത്തെ റവന്യൂ നിയമങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ റവന്യൂ റെഗുലേഷൻ കൊണ്ടുവരുന്നത് ഷെർഷാ ചക്രവർത്തിയാണ്. അദ്ദേഹമാണ് കൃഷിക്ക് ഏറ്റവും വലിയ മാനം നൽകുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ നയങ്ങളാണ് പിന്നീട് ചില മുഗൾ ഭരണാധികാരികൾ പകർത്തുകയുണ്ടായത്. അന്ന് ജമീന്ദാരി സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു
സാംസ്കാരികമായിട്ടുള്ള കലവറ അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിലൊരു കവി അടുത്ത കാലത്ത് അവരുടെ സൈറ്റ് അവരുടെ ഇടം നോക്കിയപ്പോൾ അവരുടെ പേര് മാറ്റിയതായിട്ട് കണ്ടു. അവർ പാർക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെട്ടിരുന്ന സ്ഥലം, ആ സ്ഥലത്തിൻ്റെ പേര് മാറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെയും പേര് മാറ്റപ്പെടുന്ന അവസ്ഥയാണ് വരികയുണ്ടായത്. അത് വളരെ വലിയ പ്രതിഷേധത്തിനിടയായി. എല്ലാവരും കൂടി ആവശ്യപ്പെട്ടപ്പോൾ അത് ബന്ധപ്പെട്ടവർ അധികൃതർ തിരുത്തുകയും ചെയ്തു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ സെമിനാർ EMSൻ്റെ പേരിൽ, EMSൻ്റെ ചിന്തകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആശയങ്ങളുടെ, അതുപോലുള്ള പൊതുവായിട്ടുള്ള ആശയങ്ങളുടെ വലിയ തോതിലുള്ള പ്രതിസന്ധി, വലിയ തോതിലുള്ള വൈരവും വിദ്വേഷവും, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അപരത്വ നിർമ്മിതിയാണ്. അപരനെ ഉണ്ടാക്കുകയാണ്. ആ അപരനെ ഉണ്ടാക്കുന്നതിനെ, അപരത്വത്തെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് മറുപടി പറയാൻ സാധിക്കേണ്ടതുണ്ട്. അന്യൻ അന്യൻ അന്യൻ. അവനവൻ്റെ മതം വിശ്വസിക്കാത്തവൻ മാത്രമല്ല അന്യനാകുന്നത്, താൻ കഴിക്കുന്ന ആഹാരം കഴിക്കാത്തവനും അന്യനാണ്, താൻ ധരിക്കുന്ന വസ്ത്രം ധരിക്കാത്തവനും അന്യനാണ്, താൻ പറയുന്നതൊന്നും പറയാത്തവനും അന്യനാണ്, തൻ്റെ ഭാഷ സംസാരിക്കാത്തവനും അന്യനാണ്. അങ്ങനെയുള്ള അപരത്വ നിർമ്മിതിയുടെ ഒരു കാലത്ത് വിശാലമായ സൗഹൃദത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിടാൻ എന്തായാലും സാധിക്കേണ്ടതുണ്ട്. ആ വിശാലമായ സൗഹൃദത്തിൻ്റെ വാതായനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് EMSമായിട്ട് ഇടപഴകിയപ്പോൾ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുപോലുള്ള സൗഹൃദത്തിൻ്റെ സംവാദത്തിൻ്റെ ഇടങ്ങൾ ഇനിയും ഉണ്ടായി വരട്ടെ. ഞാനിവിടെ വന്നത് കോംപ്ലിമെൻ്റ് ചെയ്യാനാണോ കോൺട്രഡിക്റ്റ് ചെയ്യാനാണോ എന്നെനിക്കറിയില്ല. കോൺട്രഡിക്ഷനും കോംപ്ലിമെൻ്റാണ് എന്നെൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിന്തകൾ പരസ്പരം പങ്കുവെക്കുന്നത് ഒന്നാം തരം കോംപ്ലിമെൻ്റാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനപരമായ മാനദണ്ഡം ഇനിയുള്ള കാലം ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയും ഒരു ഫിലോസഫിയിലെ ഒരു വാക്കാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ ഉദ്ധരിച്ച കാണ്ടിൻ്റെ തന്നെ വാക്കാണ്. കാണ്ടിൻ്റെ കറുപ്പ് വിരുദ്ധത ഞാനിവിടെ സൂചിപ്പിച്ചു. കാണ്ട് തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇമ്മാനുവൽ കാണ്ട്, മാൻ ഈസ് ദ മെഷർ ഓഫ് എവരിതിങ്. മനുഷ്യനാണ് എല്ലാറ്റിൻ്റെയും അളവുകോൽ. ആ മനുഷ്യനാണ് എല്ലാറ്റിൻ്റെയും അളവുകോൽ എന്ന അർത്ഥത്തിൽ രാഷ്ട്രീയത്തെ, സാമൂഹിക ബന്ധങ്ങളെ പുനർനിർണയിക്കാൻ നമുക്ക് സാധിക്കണം. തിരുനബിയുടെ, മുഹമ്മദ് നബിയുടെ ഒരു വചനത്തോടെയാണ് എൻ്റെ എളിയ സംസാരം ഞാൻ ഉപസംഹരിക്കുന്നത്. ഖൈറുന്നാസ് മൻ യൻഫഉന്നാസ്. മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നത്, മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നവനാണ്. മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ മനുഷ്യർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നവനാണ്. തീർച്ചയായും എൻ്റെ വാക്കുകൾ ഈ സൗമനസ്യത്തോടെ കേട്ട ഈ മഹാസദസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട്, EMS സെമിനാറിനെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, EMSൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ, EMSനെ പോലുള്ളവർ കേരളത്തിൻ്റെ പൊതുനേതാക്കളുടെ ശ്രേണിയിൽപ്പെട്ടവരാണ്. പൊതുനേതാക്കളുടെ, അവരെ ഒന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണ്, വീക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ് എന്ന് വെച്ച് EMSനെ പോലുള്ളവർ പൊതുമുതലുകളാണ്. ഈ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ളവരുടെയൊക്കെ പങ്കിനെ യഥാവിധം കാണാൻ നമുക്ക് സാധിക്കണം. ഞാൻ EMSൻ്റെ ഓർമ്മകളെ ആദരപൂർവ്വം അഭിവാദ്യം